Hello, welcome to anooptube. നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് നെയിം സ്പേസസ്. ഓക്കെ, അപ്പോൾ എന്താണ് നെയിം സ്പേസ്, അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നെയിം സ്പേസ് കൊണ്ടുവന്നത്, നമ്മുടെ പ്രോഗ്രാമിംഗ് നമ്മുടെ C++ൽ എന്തിനാണ് ഒരു നെയിം സ്പേസ് കൊണ്ടുവന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് നെയിം സ്പേസ് എന്ന് അറിയണം. അപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ നെയിം സ്പേസ് യൂസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ നെയിം സ്പേസ് കൊണ്ടുവന്നുള്ള ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മളൊരു ഓൺലൈൻ ID എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓട്ടോമാറ്റിക്കായി ഫില്ല് ചെയ്ത് വരുന്ന സംഭവമാണ് യൂസിങ് നെയിം സ്പേസ് STD എന്ന് പറഞ്ഞ സംഭവം. പക്ഷേ ഇതിൽ നമ്മളത് കണ്ടില്ല എന്നുള്ളൂ. ഓക്കെ, സാധാരണ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾ കാണാറുണ്ട് യൂസിങ് നെയിം സ്പേസ് STD എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെന്താണ് സംഭവം, അതായത് ഇതെന്താണ് സംഭവം എന്ന് നമ്മൾക്ക് ആദ്യം നോക്കണം. അപ്പോൾ യൂസിങ് നെയിം സ്പേസ് STD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ STD എന്ന് പറഞ്ഞ നെയിം സ്പേസ് നമ്മളിവിടെ യൂസ് ചെയ്യാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ STDയിലുള്ള നെയിം സ്പേസിൻ്റെ അണ്ടറിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് യൂസിങ് നെയിം സ്പേസ് STD നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ ഫംഗ്ഷനാലിറ്റീസ് നമ്മുടെ പ്രോഗ്രാമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യും. നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതിയെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് STD : എന്നെടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമ്മളിവിടെ STD : cout എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ എന്തിനാണ് STD : cout എന്ന് എഴുതുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടെർമിനലെടുക്കുകയാണ്. ടെർമിനലെടുത്തതിന് ശേഷം CD റൂട്ട്, ഇത് നമ്മുടെ ഉബുണ്ടു ആണ്. അപ്പോൾ ഉബുണ്ടുവിൽ റൂട്ട് ഡയറക്ടറിയിൽ നിങ്ങൾക്ക് CD ജസ്റ്റ് LS അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂസർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. CD_USR include. ഓക്കെ, അങ്ങനെ ഒരു ഡയറക്ടറി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിൽ LS അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ സംഭവങ്ങൾ. ഓക്കെ, കുറേ ഫോൾഡേഴ്സ് കാണാൻ പറ്റും, കുറേ ഫയൽസ് കാണാൻ പറ്റും. ഈ .h ഫയൽസ് എല്ലാം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് Cക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഓക്കെ, പക്ഷേ നമുക്ക് C++ന് വേണ്ടിയിട്ടാണ്. അപ്പോൾ C എന്ന് പറഞ്ഞൊരു ഡയറക്ടറി ഇവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ C++ എന്നടിക്കുക. അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ C++ൻ്റെ ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും, 9 എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടായിരിക്കും. അപ്പോൾ CD9 എന്നടിക്കുക. അതിനുശേഷം ഇവിടെ LS അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ഫയൽസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ IOStream എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ഇതാണ് നമ്മൾ സാധാരണ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ സിംപ്ലി ഈ IOStream എന്ന് പറഞ്ഞ ഫയലിലുള്ള കണ്ടന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും IOStream. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നെയിം സ്പേസ് STD എന്ന് പറഞ്ഞിട്ട് സംഭവം ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നെയിം സ്പേസ് STD എന്ന് പറഞ്ഞിട്ട് ഇതിന് ശേഷം ഒരു കേളി ബ്രാക്കറ്റ് ഉണ്ട്. ഇത് നമ്മൾ ചെയ്തിക്കണ്ട, ഇത് നമ്മുടെ ഒരു കമ്പൈലർ സ്പെസിഫിക് ആയുള്ള സംഭവങ്ങളാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ഓക്കെ, ഇപ്പോൾ ഇവിടെ നെയിം സ്പേസ് STD എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടൊരു കേളി ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്താണ് നമ്മൾ എക്സ്റ്റേൺ ആയിട്ട്, അതായത് നമ്മുടെ Cനും Coutഉം എല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ STD : cout എന്ന് യൂസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ STD : cout എന്നുള്ള യൂസ് ചെയ്യാനുള്ള കാരണം. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് സിംപ്ലി ഒരു നെയിം സ്പേസ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ നെയിം സ്പേസ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറയും. ഇതാണ് നമ്മുടെ സിംപ്ലി നെയിം സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലൈബ്രറീസ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റീസ് എല്ലാം നമുക്ക് ഒരു നെയിമിൻ്റെ അണ്ടറിൽ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് സിംപിളി യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു നെയിം സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ നെയിം സ്പേസിനകത്ത് അതിലുള്ള എല്ലാവരും യൂണീക്ക് ആയിരിക്കും. ഓക്കെ, ആ നെയിം സ്പേസിന് പുറത്തായിരിക്കും നമുക്ക് സെയിം നെയിമുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് Cout വേണമെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സ്പെസിഫിക് ആയിട്ടൊരു Cout നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നമ്മുടെ Coutനെയും ഈ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള Coutനെയും സ്പെസിഫൈ ചെയ്യുന്നത് ഈ നെയിം സ്പേസ് വെച്ചിട്ടായിരിക്കും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഒരു നെയിം സ്പേസ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയായിരുന്നു എന്താണ് ഹെഡർ ഫയൽസ് നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡർ ഫയൽസിൽ നമ്മൾ ഒരു ഹെഡർ ഫയൽ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മെറ്റിക് എന്ന് പറഞ്ഞൊരു ഹെഡർ ഫയൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻക്ലൂഡ് ഗാർഡ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെഡർ ഫയൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇൻറ്റ് ഗെറ്റ് സം എന്ന് എഴുതിയിട്ടുണ്ട്, ഇൻറ്റ് ഗെറ്റ് ഡിഫ് എന്ന് പറഞ്ഞിട്ടൊരു 2 ഫംഗ്ഷൻസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് main.cppയിൽ ഞാനിത് യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ #include arithmetic.h എന്ന് എഴുതിയതിന് ശേഷം സിംപ്ലി ഞാനിവിടെ Cout വിളിക്കുകയാണ്. STD : cout get sum of 100,
200. ഓക്കെ, എൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ലൈൻ, ഒരു ന്യൂ ലൈനിലോട്ട് പോകാനുള്ളൊരു ഇതാണ്. ഓക്കെ, കമൻ്റാണ് std എൻഡിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, 300, 200, 100, 300 എന്ന് നിങ്ങൾക്ക് അവിടെ പ്രിൻറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ അരിതമെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡർ ഫയലിനകത്തുള്ള ഗെറ്റ് സമ്മ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഈ അരിതമെറ്റിക് ഫംഗ്ഷനിൽ നമ്മൾ ഇതിപ്പോൾ നമ്മുടെ ഹെഡർ ഫയൽ ആയതുകൊണ്ട് നമുക്ക് അതിൽ എന്തൊക്കെ ഫയൽസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ main.cppയിൽ നമുക്ക് ഈ സെയിം ഗെറ്റ് സം എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ നമുക്ക് വീണ്ടും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതായത് ഞാൻ ഇൻ്റെ ഗെറ്റ് സം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പോവുകയാണ് വിചാരിക്കുക. ഇൻ്റെ a, ഇൻറ്റ് b എന്ന് എഴുതുകയാണെങ്കിൽ ഇവിടെ സേവ് ചെയ്തിട്ട് ഞാൻ ഇവിടെ റൺ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എറർ കിട്ടും. ഓക്കെ, റീഡെഫിനിഷൻ എറർ, അതായത് നമുക്ക് വീണ്ടും റീഡെഫിനിഷൻ എറർ വന്നിട്ടുണ്ടായിരിക്കും. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ arithmetic.h നമ്മൾ ഓൾറെഡി ഗെറ്റ് സം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാലിറ്റി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അതേ പേരുള്ളൊരു ഫംഗ്ഷൻ നമുക്ക് നമ്മുടെ ഫംഗ്ഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഗെറ്റ് സം 1 അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ അതിനെ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ നെയിം സ്പേസ് ഇല്ലാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നമാണിത്. ഓക്കെ, നമുക്ക് നമ്മൾ അരിതമെറ്റിക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാലിറ്റി, അരിതമെറ്റിക് എന്ന് പറഞ്ഞ ഹെഡർ ഫയലിൽ നമ്മളൊരു സ്പെസിഫിക് ഒരു നെയിം സ്പേസ് നമ്മൾ അണ്ടറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ സിംപ്ലി നമ്മൾ അരിതമെറ്റിക് എന്ന് പറഞ്ഞൊരു ഹെഡർ ഫയൽ എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ നമ്മളൊരു പുതിയൊരു നെയിം സ്പേസ് ആഡ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ പുതിയൊരു നെയിം സ്പേസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നെയിം സ്പേസ്, അപ്പോൾ പുതിയ നെയിം സ്പേസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്ന കീവേഡ് എന്ന് വെച്ചാൽ നെയിം സ്പേസ് എന്നാണ്. അപ്പോൾ നെയിം സ്പേസ് എന്ന് കൊടുക്കുക. അതിനുശേഷം സ്പേസ് ഇട്ടതിന് ശേഷം നമുക്ക് നെയിം സ്പേസിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന നെയിം സ്പേസിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് എന്നാണ്. അരിത്മെറ്റിക് എന്ന് പറഞ്ഞിട്ടൊരു നെയിം സ്പേസ് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം എൻഡിഫിന് താഴെ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. കാരണം നമ്മൾ ഈ എൻ്റയർ ഫംഗ്ഷൻസ് എല്ലാം നമ്മൾ ഈ അരിത്മെറ്റിക്കിനകത്ത് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അരിത്മെറ്റിക് എന്ന് പറഞ്ഞ നെയിം സ്പേസിനകത്തായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ നെയിം സ്പേസിന് അണ്ടറിലാണ് ഇത്രയും ഫംഗ്ഷൻസ് കിടക്കുന്നത്. ഓക്കെ, അരിത്മെറ്റിക് എന്ന് പറഞ്ഞൊരു നെയിം സ്പേസിനകത്ത്. അതിനുശേഷം ഞാൻ സേവ് ചെയ്തതിന് ശേഷം ഞാൻ main.cpp എന്ന് എടുത്തതിന് ശേഷം വീണ്ടും റൺ ചെയ്തു വിചാരിക്കുക. ഓക്കെ, വീണ്ടും റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് ഈ ഫംഗ്ഷനായിരിക്കും കോൾ ചെയ്തത്. അത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് std_cout. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ അരിത്മെറ്റിക്കിനകത്തുള്ള ഗെറ്റ് സമ്മിനകത്താണ് കോൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അരിത്മെറ്റിക് ഗെറ്റ് സം എന്ന് ഞാൻ വെറുതെ എഴുതി. ഓക്കെ, std എൻഡിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് സിംപ്ലി #include iostream ഓക്കെ ആഡ് ചെയ്തു, സേവ് ചെയ്തു. ഓക്കെ, അതിനുശേഷം റൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും മെയിനിലുള്ള ഗെറ്റ് സം ആയിരിക്കും കോൾ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, കോൾഡ് മെയിൻ ഗെറ്റ് സം, അതായത് നിങ്ങളുടെ മെയിനിലുള്ള ഗെറ്റ് സം ആയിരിക്കും കോൾ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഇനി അരിതമെറ്റിക്കിനകത്തുള്ള ഗെറ്റ് സമ്മിനാണ് കോൾ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ നെയിം സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, നമ്മളിവിടെ നെയിം സ്പേസിൻ്റെ പേരെന്തായിരുന്നു, അരിതമെറ്റിക് എന്ന് പറഞ്ഞ നെയിം സ്പേസ് ആണ്. അപ്പോൾ ഈ അരിതമെറ്റിക്കിനകത്തുള്ള ഗെറ്റ് സമ്മിനെയാണ് കോൾ ചെയ്യണമെങ്കിൽ ഞാൻ കൊടുക്കേണ്ടത് അരിത്മെറ്റിക് : ഗെറ്റ് സം എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കോൾ ആവുന്നത് അരിത്മെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം സ്പേസിനകത്തുള്ള ഗെറ്റ് സമ്മിനായിരിക്കും കോൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എന്താണ് നെയിം സ്പേസ് കൊടുക്കുന്നതിനുള്ള ഗുണം, അതായത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് നമ്മുടെ ഫംഗ്ഷൻസ്, ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് ലൈബ്രറി ഫംഗ്ഷൻസ്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഇതാണ് നമ്മൾ നെയിം സ്പേസ് ഉണ്ടാക്കുന്നതിനുള്ള ഗുണം. ഓക്കെ, നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് യൂണീക്കായിട്ട് നിങ്ങൾക്ക് ഓരോ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടാക്കാനും പറ്റും, അതിനെ യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, സിംപ്ലി മനസ്സിലായി ഞാൻ കരുതുന്നു. ഇതാണ് നമ്മുടെ നെയിം സ്പേസ്. അപ്പോൾ എന്താണ് നെയിം സ്പേസ്, എന്തിനു വേണ്ടിയിട്ടാണ് നെയിം സ്പേസ് എടുക്കുന്നത് എന്നൊക്കെ കാര്യം മനസ്സിലാക്കി. ഓക്കെ, ഇനി നമുക്ക് നെസ്റ്റഡ് നെയിം സ്പേസ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഈ അരിതമെറ്റിക്കിനകത്ത് ഓക്കെ എനിക്ക് വീണ്ടും ഒരു നെയിം സ്പേസ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. സിംപ്ലി നെയിം സ്പേസ് സം എന്ന് പറഞ്ഞിട്ട് ഞാൻ നെയിം സ്പേസ് ഉണ്ടാക്കി. ഓക്കെ, ഈ അരിതമെറ്റിക് എന്ന് പറഞ്ഞ നെയിം സ്പേസിനകത്ത് എനിക്കൊരു സം എന്ന് പറഞ്ഞിട്ടൊരു നെയിം സ്പേസ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സം എന്ന് പറഞ്ഞിട്ടൊരു നെയിം സ്പേസ് ഉണ്ടാക്കാൻ പറ്റും. അതിനകത്ത് ഞാൻ ഗെറ്റ് സം എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്തു. ഓക്കെ, ഗെറ്റ് സം എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനാലിറ്റി ഞാൻ ആഡ് ചെയ്തു. അതിനുശേഷം ഈ അരിതമെറ്റിക്കിനകത്ത് വീണ്ടും ഞാനൊരു നെയിം സ്പേസ് ആഡ് ചെയ്തു. നെയിം സ്പേസ് ഡിഫ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നെയിം സ്പേസ് ആഡ് ചെയ്തു. എന്നിട്ട് അതിനുശേഷം ഗെറ്റ് ഡിഫ് എന്ന് പറഞ്ഞുള്ള ഫംഗ്ഷൻ ആ നെയിം സ്പേസിന് അണ്ടറിൽ കൊണ്ടു വെച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഞാൻ ഈ അരിതമെറ്റിക്കിനകത്ത് 2 നെയിം സ്പേസ് ആഡ് ചെയ്തു. അതായത് നമുക്ക് നെസ്റ്റഡ് നെയിം സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ CPPയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ main.cppയിൽ ഞാൻ ജസ്റ്റ് അരിതമെറ്റിക് : സം : ഗെറ്റ് സം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, C ഔട്ടിനകത്ത് നമുക്ക്
ഗെറ്റ് ഡിഫ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ അതും കിട്ടണമെങ്കിൽ അരിതമെറ്റിക് ::: ഗെറ്റ് ഡിഫ് എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എറർ കിട്ടും. കാരണം എന്താണ്, സമ്മിനകത്തല്ല ഗെറ്റ് ഡിഫ് ഉള്ളത്, ഡിഫിനകത്താണ് ഗെറ്റ് ഡിഫ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ 100 - 200 എന്നുള്ള -200 ആയി, -100 ആയിരിക്കും നമുക്ക് കിട്ടും. 300 - 100 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം കോൾ ചെയ്തിരിക്കുന്ന അരിതമെറ്റിക് ഗെറ്റ് സമ്മിനകത്താണ് ഇത് കോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഇവിടെ വീണ്ടും നമ്മളൊരു ഇതേപോലെ തന്നെ ചെയ്തിട്ട് ജസ്റ്റ് ഇതിന് മുമ്പ് കോൾ ചെയ്താണെങ്കിൽ അരിതമെറ്റിക് വേണ്ട, ഞാൻ നമ്മുടെ ഫയലിലുള്ള ഗെറ്റ് സമ്മാണ് യൂസ് ചെയ്യണമെങ്കിൽ സിമ്പിൾ ഇതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക, ആദ്യം നമുക്ക് കോൾഡ് മെയിൻസ് ഗെറ്റ് സം എന്ന് പറഞ്ഞു 300 എന്ന് വന്നു. അതിനുശേഷം കോൾഡ് അരിതമെറ്റിക് ഗെറ്റ് സം 300 എന്ന് വന്നു. അതിനുശേഷം ഗെറ്റ് ഡിഫ് 100 - 200 -100 എന്ന് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നെയിം സ്പേസസ്. അപ്പോൾ നെസ്റ്റഡ് നെയിം സ്പേസ് എന്താണെന്ന് പഠിച്ചു, നമ്മൾ സാധാ ഒരു നോർമൽ നെയിം സ്പേസ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, നെയിം സ്പേസ് യൂസ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിപ്പോൾ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് അരിതമെറ്റിക് : സം : നമുക്ക് ഇങ്ങനെ വലുതാക്കി എഴുതണമെന്ന് വിചാരിക്കുക. വലുതാക്കി എഴുതണമല്ലോ. അപ്പോൾ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ലെങ്കിൽ യൂസിങ് അരിതമെറ്റിക് നമുക്ക് എഴുതി കഴിഞ്ഞാൽ വെറുതെ സം : എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സിംപ്ലി ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ് യൂസിങ് അരിത്മെറ്റിക് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതാണ്. യൂസിങ് നെയിം സ്പേസ് അരിത്മെറ്റിക് കേട്ടോ. യൂസിങ് നെയിം സ്പേസ് അരിത്മെറ്റിക് എന്ന് ഞാൻ എഴുതുകയാണ് വിചാരിക്കുക. ജസ്റ്റ് ഇവിടെ അരിത്മെറ്റിക് എന്ന് കാണുന്ന സ്ഥലത്തെല്ലാം നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, സിംപ്ലി ഞാനിവിടെ സം : ഗെറ്റ് സം എന്ന് വിളിച്ചാൽ മതി, ഡിഫ് : ഗെറ്റ് ഡിഫ് എന്ന് വിളിച്ചാൽ മതി. പക്ഷേ ഞാനിവിടെ ഒരിക്കലും യൂസിങ് നെയിം സ്പേസ് : സം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ റീഡെഫിനിഷൻ എറർ വരും. എന്താണ് പ്രശ്നം, നമുക്ക് ഗെറ്റ് സമ്മിനകത്തും അരിതമെറ്റിക്കിനകത്തുള്ള സമ്മിനകത്തും ഗെറ്റ് സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. നമ്മുടെ ഇവിടെ നമുക്ക് ഗെറ്റ് സം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇപ്പോൾ ഇവിടെ നമ്മൾ സം ഡോട്ട് ഗെറ്റ് സം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എറർ, ഒരു റീഡെഫിനിഷൻ എറർ വരും. അത് ആംബിഗ്യസ് ആണെന്ന് പറഞ്ഞിട്ട് എറർ വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ യൂസിങ് കൊടുക്കാനുള്ള പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് യൂസിങ്ങിൻ്റെ ഉള്ള പ്രശ്നം. നമുക്ക് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രോഗ്രാമിലോട്ട് ഇൻക്ലൂഡ് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരിക്കലും ഞാൻ യൂസിങ് നെയിം സ്പേസ് STD നമ്മൾ യൂസ് ചെയ്യാത്ത കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു നെയിം സ്പേസ് യൂസ് ചെയ്യാനും നിങ്ങൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നെടുത്തത് നമ്മൾ ഇന്ന് നോക്കിയത് എന്തൊക്കെയായിരുന്നു, നമുക്ക് എങ്ങനെയാണ് ഒരു നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, നമുക്ക് എന്താണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നെയിം സ്പേസ് ഉണ്ടാക്കുന്നത്, ആ നെയിം സ്പേസിൽ എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, അപ്പോൾ നമ്മളെങ്ങനെയാണ് ആ നെയിം സ്പേസ് യൂസ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഇന്ന് നമ്മൾ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക് ആയിട്ട് വരും. ഓക്കെ, ബൈ.